11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മൾ ഇന്ന് ഹ്യൂമൻ ഫിസിയോളജി എന്ന യൂണിറ്റിലെ ട്രാൻസ്പോർട്ടിനെ ആസ്പദമാക്കി, അതായത് ബോഡി ഫ്ലൂയിഡ്സ് എന്ന സർക്കുലേഷൻ എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഇത് നിങ്ങൾ 10ൽ പഠിച്ച ട്രാൻസ്പോർട്ടേഷൻ ചാപ്റ്ററിൻ്റെ ഒരു തുടർച്ചയാണെന്ന് കരുതാം. നമ്മുടെ ശരീരത്തിൽ എല്ലാ സെൽസിനും ന്യൂട്രീഷൻ ആവശ്യമാണ്. അപ്പം നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ഈ ന്യൂട്രീഷനെയൊക്കെ സെല്ലുകളിൽ എത്തിക്കുന്നത് നമുക്ക് ഒരു ഫ്ലൂയിഡ് ആവശ്യമാണ്. അതാണ് നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനെയും സെല്ലിൽ എത്തിക്കുന്നത് ആരാണ്? ബ്ലഡാണ്. ഇനി ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ തിരിച്ച് ലങ്സിലോട്ട് കൊണ്ടുവരുന്നതും ബ്ലഡാണ്. ഒപ്പം തന്നെ വേസ്റ്റ് മെറ്റീരിയൽസിനെ കിഡ്നിയിലേക്ക് എത്തിക്കുന്നതും ബ്ലഡാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ട്രാൻസ്പോർട്ടേഷനും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലൂയിഡാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിന് ഒരു പാർട്ടും കൂടിയാണ്, അതാണ് ലിംഫ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ബ്ലഡാണ്. അപ്പോൾ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ ഒരു കണക്റ്റീവ് ടിഷ്യൂവിന് എന്തൊക്കെയാണുള്ളത്? ഒരു മാട്രിക്സ് ഉണ്ട്, അതിൽ കുറച്ച് സെൽസും കാണും. അതാണ് ഏതൊരു കണക്റ്റീവ് ടിഷ്യൂവിൻ്റെയും സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബ്ലഡ് ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മാട്രിക്സ് എന്തായിരിക്കും? ഒരു ഫ്ലൂയിഡ് നേച്ചർ ആയിരിക്കും. അപ്പോൾ ബ്ലഡിലെ 2 പാർട്ടാണുള്ളത്, മാട്രിക്സും സെൽസും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബ്ലഡിൻ്റെ മാട്രിക്സ് എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. അത് ഏതാണ്ട് 55% ഭാഗവും ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ രണ്ടാമത് കാണുന്ന സെൽസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോംഡ് എലമെന്റ്സ്. ഈ ഫോംഡ് എലമെന്റ്സ് ബ്ലഡിലാണ് കാണപ്പെടുന്നത്, അതായത് ബ്ലഡ് സെൽസ് എന്ന് പറയും. അത് ബാക്കിയുള്ള 45% ഉള്ളത്. ഇനി പ്ലാസ്മയുടെ പ്രത്യേകത നോക്കിയാൽ ഇതൊരു സ്ട്രോ കളേർഡ് ഫ്ലൂയിഡ് ആണ്. സ്ട്രോ എന്ന് വെച്ചാൽ എന്താണ്? വൈക്കോലിന്റെ കളർ അല്ലേ. അപ്പോൾ ഒരു പെയിൽ യെല്ലോ കളറാണ് ഈ സ്ട്രോ ഇതിനുള്ളത്. അതുകൂടാതെ ഇതിന്റെ കോമ്പോസിഷൻ നോക്കിയാൽ ഏതാണ്ട് 90 മുതൽ 92% ഇതിനകത്ത് വെള്ളമാണുള്ളത്. പിന്നെയുള്ള 6 മുതൽ 8% പ്രോട്ടീൻസ് ആണ് കാണപ്പെടുന്നത്. പക്ഷേ ഈ പ്രോട്ടീൻസ് 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, പിന്നെ ഉള്ളത് ഫൈബ്രിനോജൻ. ഇതിൽ ആൽബുമിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ നിലനിർത്താൻ അത്യാവശ്യമാണ്. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ ശക്തിക്ക് സഹായിക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തിലെ ആന്റിബോഡി എന്ന് പറയുന്ന പ്രോട്ടീൻ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്. അവ നമ്മുടെ ബോഡിയുടെ പ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഫൈബ്രിനോജൻ പ്രധാനമായിട്ട് കാണുന്നത് നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിട്ടാണ്. അതായത് ഫൈബ്രിനോജൻ ബ്ലഡിൻ്റെ ക്ലോട്ടിങ്ങിൻ്റെ സമയത്ത് ഫൈബ്രിൻ എന്ന ത്രെഡായിട്ട് നമ്മുടെ ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു. അപ്പോൾ ഇത് 3മാണ് നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻസ്, അല്ലെങ്കിൽ പ്ലാസ്മയിലെ പ്രോട്ടീൻസ്. അതിൻ്റെ ഫംഗ്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാതെ നമ്മുടെ ബ്ലഡിൽ കാൽഷ്യം അയോൺസ് ഉണ്ട്, മെഗ്നീഷ്യം അയോൺസ് ഉണ്ട്, ബൈകാർബണേറ്റ് അയോൺസ് ഉണ്ട്, ക്ലോറൈഡ് അയോൺസ് ഉണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ പിന്നെ ന്യൂട്രിയൻസ് ആയ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ലിപ്പിഡ്സ് എന്നിവയും നമ്മുടെ പ്ലാസ്മയിൽ കണ്ടുവരുന്നുണ്ട്. ഇനി പ്ലാസ്മയിലെ ക്ലോട്ടിംഗ് ഫാക്ടർ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് സീറം. ബ്ലഡ് സീറം എന്ന് വെച്ചാൽ എന്താണ്? പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ. അത് 1 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്ലാസ്മയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി ഫോംഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ബ്ലഡ് സെൽസ് ആണ്. അത് ആരൊക്കെയാണ് ഈ നമ്മുടെ 3 ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ RBC നമ്മൾ പറയുന്നത് എറിത്രോസൈറ്റ്സ് എന്നാണ്. സൈറ്റ് എന്ന് പറഞ്ഞാൽ സെല്ല്, എറിത്രോ എന്ന് വെച്ചാൽ റെഡ്. അപ്പോൾ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് കോർപ്പസലിനെയാണ് നമ്മൾ എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് റെഡ്? അതിന് ഹീമോഗ്ലോബിൻ എന്നൊരു പിഗ്മെന്റ് ഉണ്ട്. ഇനിയുള്ളത് WBC അഥവാ ല്യൂക്കോസൈറ്റ്സ് ആണ്. ലൂക്കോ മീൻസ് കളർലെസ്, സൈറ്റ് മീൻസ് സെൽ. ലൂക്കോസൈറ്റ്സ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ശ്വേത രക്താണുക്കൾ. ഇത് അരുണ രക്താണുക്കൾ അല്ലെ. ഇത് WBC. ഇനി 3ാമത് വരുന്നതാണ് ത്രോംബോസൈറ്റ്സ്. ത്രോംബോസൈറ്റ്സിന്റെ മറ്റൊരു പേര് പ്ലേറ്റ്ലെറ്റ് എന്നാണ്. ത്രോംബോസൈറ്റ്സ് ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് സഹായിക്കുന്നത്. ഇനി ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ RBC ആണ്. 5 to 5.5 മില്യൺ RBC ആണ് 1 ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡിലുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതേസമയം ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ 8000 മുതൽ 10000 സെൽസ് ആണ് 1 മില്ലിമീറ്റർ ക്യൂബ് ബ്ലഡിൽ കാണുന്നത്. ത്രോംബോസൈറ്റ്സ് ആണെങ്കിലോ 1.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെയാണ്
ഇത് 1 ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അരുടെ രക്താണുക്കൾ തന്നെയാണ്, 5 to 5.5 മില്യൺ മില്ലിമീറ്റർ ക്യൂബ്. ഇനി ഇതിൽ കാണുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ ഒരു പിഗ്മെന്റിനെ പറയുന്ന പേരാണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. ഈ ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ് ഇതിന് റെഡ് കളർ ഉള്ളത്. നമ്മുടെ RBC ഉണ്ടാകുന്നത് ബോൺ മാരോയിലാണ്. അതേസമയം അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 4 മാസത്തോളമാണ്, 120 ദിവസമാണ്. അത് കഴിയുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ അത് എവിടെയാണ് സംഭവിക്കുന്നത്? സ്പ്ലീൻ എന്നൊരു ഓർഗനിലാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഗ്രേവ്യാർഡ് ഓഫ് RBC എന്ന് പറയും, അല്ലെങ്കിൽ അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം നശിച്ചു കഴിഞ്ഞ അരുണ രക്താണുക്കളെ അവിടെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്നത് ബോൺ മാരോയിൽ, നശിപ്പിക്കുന്നത് എവിടെയാണ്? സ്പ്ലീനിലാണ്. ഇനി ചില ആളുകളിൽ അരുണരക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കും. അതിനെ പറയുന്ന പേരാണ് പോളിസൈത്തീമിയ. ഇനി എറിത്രോസൈറ്റോപീനിയ എന്ന് പറഞ്ഞാൽ അത് അരുണരക്താണുക്കളുടെ എണ്ണം വളരെ കുറയുന്ന ഒരു അവസ്ഥയാണ്. ഇനി ഇത് പുതിയ അരുണരക്താണുക്കൾ ബോൺ മാരോയിൽ ഉണ്ടാകുന്ന പ്രക്രിയ പറയുന്ന പേരാണ് എറിത്രോപോയസിസ്. ഇനി നമുക്ക് വിവിധ തരം WBCയെ കുറിച്ച് പഠിക്കാം, അല്ലെങ്കിൽ ശ്വേതരക്താണുക്കൾ. അപ്പോൾ ഇവയ്ക്ക് വ്യക്തമായ ഒരു ഷേപ്പും ന്യൂക്ലിയസും എല്ലാം ഉണ്ട്. ഇതിനെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു. ഒന്നാമത്തേത് ഗ്രാനുലോസൈറ്റ്സ് ആണ്, രണ്ടാമത്തേത് എ ഗ്രാനുലോസൈറ്റ്സ് ആണ്. ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ചെറിയ ഗ്രന്യൂൾസ് പോലെ കാണപ്പെടുന്നു. ഇത് 3 തരത്തിലുണ്ട്. ആദ്യത്തേത് ന്യൂട്രോഫിൽസ്, പിന്നീട് ബേസോഫിൽസ്, പിന്നീട് ഈസ്നോഫിൽസ്. അതേസമയം എ ഗ്രാനുലോസൈറ്റ്സ് മോണോസൈറ്റ്സും ലിംഫോസൈറ്റ്സും ആണ്. അപ്പോൾ ഗ്രാനുലോസൈറ്റ്സിൽ ന്യൂട്രോഫിൽസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അത് 60 to 65% ഓഫ് ദ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. 60 മുതൽ 65% ശ്വേതരക്താണുക്കളും എന്താണ്? നമ്മുടെ ന്യൂട്രോഫിൽസ് ആണ്. അവർക്ക് ഒരു വലിയ ന്യൂക്ലിയസ് ഉണ്ട്, അതിന് പല ലോബ്സ് ഉണ്ട്, ലോബായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ഫോറിൻ ബോഡിസും അല്ലെങ്കിൽ ഹാർംഫുൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ കീടാണുക്കളൊക്കെ വരുമ്പോഴേക്കും അതിനെയൊക്കെ ഇങ്ങനെ എൻഗൾഫ് ചെയ്തെടുക്കും. എൻഗൾഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അമീബ ഫുഡ് എങ്ങനെയാണോ എൻഗൾഫ് ചെയ്തത് അതുപോലെ ഇവയും അതിനെ അങ്ങ് വിഴുങ്ങുക എന്ന് പറയും, അല്ലേ? ഇങ്ങനെ അങ്ങ് എടുക്കും. അതിനെ പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. അപ്പോൾ ന്യൂട്രോഫിൽസ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഫാഗോസൈറ്റോസിസ്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പ്രോപ്പറായിട്ട് വെക്കുന്നു. രണ്ടാമത് വരുന്നതാണ് ബേസോഫിൽസ്. ഏറ്റവും കുറഞ്ഞ അളവിലാണ് ബേസോഫിൽ കാണപ്പെടുന്നത്. 0 മുതൽ 1% വരെ മാത്രമേ ബേസോഫിൽ നമ്മുടെ ശരീരത്തിൽ കാണുന്നുള്ളൂ. ഇത് പൊതുവെ ഇൻഫ്ലമേറ്ററി റിയാക്ഷനിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പ്രധാനമായിട്ടും ഹെപ്പാരിൻ, ഹിസ്റ്റമിൻ, സെറട്ടോണിൻ എന്നീ സബ്സ്റ്റൻസസ് നമ്മുടെ ബ്ലഡിൽ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ബേസോഫിൽസ്. അവരുടെ ന്യൂക്ലിയസിന് 3 ലോബ്സ് ആണ് ഉള്ളത്. ഇനി അടുത്തതായി വരുന്നത് ഈസ്നോഫിൽസ്. അവ 2 മുതൽ 3% കാണപ്പെടുന്നത്. ഇതിൻ്റെ ന്യൂക്ലിയസിന് 2 ലോബ്സ് ആണുള്ളത്, നമ്മുടെ ഹെഡ്സെറ്റ് പോലെ ഇരിക്കും. പിന്നെ ഇവ കാണപ്പെടുന്നത് അലർജിയുള്ള ആൾക്കാരിലാണ്. പ്രധാനമായിട്ടും ഹേ ഫീവർ അല്ലെങ്കിൽ ആസ്തമയൊക്കെ ഉള്ള ആളുകളിൽ ഇത് കാണപ്പെടുന്നു. പിന്നെ ഉള്ളത് എഗ്രാനുലോസൈറ്റ്സ് ആണ്. അത് താരതമ്യേന വലിയ സെൽസ് ആണ്. അതുപോലെ അവരുടെ ന്യൂക്ലിയസിന് അധികം ലോബ്സ് ഇല്ല. ആദ്യത്തേത് മോണോസൈറ്റ്സും രണ്ടാമത്തേത് ലിംഫോസൈറ്റ്സുമാണ്. അപ്പോൾ 2 മുതൽ 10% മോണോസൈറ്റിൻ്റെ അളവ്. ഏറ്റവും വലിയ സെല്ലാണ് മോണോസൈറ്റ്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ന്യൂട്രോഫില്, ഏറ്റവും കുറവായിട്ട് കാണുന്നത് ബേസോഫില്, ഏറ്റവും വലുതായിട്ട് കാണുന്നത് മോണോസൈറ്റ്. പിന്നെ അവരുടെ ന്യൂക്ലിയസ് ബീൻ ഷേപ്ഡ് ആണ്. ഇവയും ന്യൂട്രോഫിലിനെ പോലെ ഫാഗോസൈറ്റിക് ആണ്. അപ്പോൾ ഫാഗോസൈറ്റിക് ആയിട്ടുള്ള 2 സെൽസ് ചോദിച്ചാൽ ആരൊക്കെയാണ്? ന്യൂട്രോഫിൽസും മോണോസൈറ്റ്സും. ഇനി ലിംഫോസൈറ്റ്സിലേക്ക് വരുമ്പോൾ അവ 20 മുതൽ 25% കാണപ്പെടുന്നത്. അവയ്ക്കൊരു വലിയ റൗണ്ട് ന്യൂക്ലിയസ് ആണുള്ളത്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തിക്കാണ് സഹായിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ കടക്കുന്ന ഫോറിൻ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ജേംസ്, കീടാണുക്കൾ ഇവയെല്ലാം പറയുന്നത് ആൻറ്റിജൻ എന്നാണ്. ആൻറ്റിജൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ആൻറ്റിബോഡി ജനറേറ്റിംഗ്. അതായത് നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എന്തിനേയും ആൻറ്റിജൻ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ആൻറ്റിബോഡി? നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ചില പ്രോട്ടീൻസ് ആണ് ആൻറ്റിബോഡീസ്. അത് ഈ വരുന്ന ആൻറ്റിജന് എതിരായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ആ ആൻറ്റിജനെ നശിപ്പിച്ചു കളയും. അപ്പോൾ ഈ ആൻറ്റിബോഡി ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ലിംഫോസൈറ്റ്സ് ആണ്. അവ 2 തരത്തിലുണ്ട്, ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും. ബി ലിംഫോസൈറ്റ്സ് സാധാരണയായിട്ട് ആൻറ്റിബോഡി ഉണ്ടാക്കുന്നു. അതേസമയം ടി ലിംഫോസൈറ്റ്സ് ആൻറ്റിബോഡി ഉണ്ടാക്കാൻ ബി ലിംഫോസൈറ്റിനെ സഹായിക്കുകയും ചെയ്യുന്നു. ത്രോംബോസൈറ്റ്സിലേക്ക് വന്നാൽ
ഞാൻ പറഞ്ഞതുപോലെ ഇത് ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് സഹായിക്കുന്നത്. ഈ ത്രോംബോസൈറ്റ്സ് അഥവാ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് എൻറ്റയർ സെല്ലല്ല, സെല്ലിന്റെ ഫ്രാഗ്മെന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവ അരുണരക്താണുക്കളെയും ശ്വേതരക്താണുക്കളെയും അപേക്ഷിച്ച് വളരെ ചെറുതാണ്. അവ ക്ലോട്ടിങ്ങിന് ആവശ്യമായ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായ ധാരാളം ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവയുടെ എണ്ണം കുറഞ്ഞു പോയാൽ നമ്മൾ അതിനെ എന്തു പറയും, ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സിലോട്ട് അത് നയിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കട്ട പിടിക്കാത്ത ഒരവസ്ഥ വരികയും ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഈ ത്രോംബോസൈറ്റ്സ് ഉണ്ടാകുന്നത് നമ്മുടെ ബോൺ മാരോയിലുള്ള മെഗാ കാരിയോസൈറ്റ്സ് എന്ന സെൽസിൽ നിന്നാണ്. അരുണരക്താണുക്കളുടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശ്വേതരക്താണുക്കളുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ത്രോംബോസൈറ്റ്സും ഏതാണ്ട് ഒരാഴ്ചയോളം മാത്രമേ ജീവിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച പാഠഭാഗങ്ങളെല്ലാം നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.